Hi, welcome back to my channel. എൻ്റെ പേര് ജിസ് ആന്റണി. Life is really simple but we insist on making it complicated. നമ്മുടെ ജീവിതം ആസ് സച്ച് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ പറയുന്ന സ്ട്രെസ്സും കോംപ്ലിക്കേഷൻസും ഒക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മളുടെ തന്നെ തീരുമാനങ്ങളുടെയും പ്രവൃത്തികളുടെയും ഒക്കെ ഫലമായിട്ടാണ്. ഗ്രെഗ് മിക്യോന്റെ എസെൻഷ്യലിസം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ലെസ് ബട്ട് ബെറ്റർ എന്നുള്ള കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണിത്. നമ്മുടെ ലൈഫിലെ അൺവാണ്ടഡ് ക്ലട്ടറും നോയ്സും ഒക്കെ ഒഴിവാക്കി എങ്ങനെ സിമ്പിൾ ആയിട്ട് ഇന്റൻഷണൽ ആയിട്ട് ജീവിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഈ ബുക്ക് വായിച്ച സമയം മുതൽ ഐ ഹാവ് ബീൻ ട്രൈയിങ് ടു സിംപ്ലിഫൈ ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് മൈ ലൈഫ്. അതിനുവേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ചില ഹാബിറ്റ്സും മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്സും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും പ്രൊഡക്ടിവിറ്റിനെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ എൻവയോൺമെന്റ്. അതിപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടാണെങ്കിലും വർക്ക് ചെയ്യുന്ന ഓഫീസ് ആണെങ്കിലും പറ്റുന്നിടത്തോളം മിനിമൽ ആയിട്ടും ഫങ്ഷണൽ ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഓൺലി ദോസ് ഐറ്റംസ് ദാറ്റ് യു യൂസ്, നീഡ് ഓർ ലവ്. പീരിയോഡിക് ആയിട്ട് ഡീക്ലട്ടർ ചെയ്യുക. ഡീക്ലട്ടറിങ് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡീക്ലട്ടർ ചെയ്യുന്ന സമയത്ത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്ര സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യുക. റീസൈക്കിൾ ഓർ റീപർപ്പസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങനെ ചെയ്യുക. ഇതൊന്നും പറ്റാത്ത സാധനങ്ങൾ മാത്രം ഡിസ്കാർഡ് ചെയ്യുക. അതുപോലെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണെങ്കിലും കോൺഷ്യസ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക. നമ്മുടെ വീട്ടിൽ എന്തുമാത്രം കുറവ് സാധനങ്ങളാണോ ഉള്ളത് അത്രമാത്രം കുറവ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതിയാവും ഇതൊക്കെ ക്ലീൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സിംപ്ലിഫൈ ആക്കാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു സ്കില്ലാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. ഉപയോഗം കഴിയുമ്പോൾ അത് അവിടെ തന്നെ വെക്കുക. ഒരുപോലുള്ള ഐറ്റംസ് ഒരുമിച്ച് വെക്കുക. സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ കയ്യെത്തുന്ന ദൂരത്ത് വെക്കുക. സർഫസുകൾ മാക്സിമം ക്ലിയർ ആക്കി വെക്കുക. ഇങ്ങനെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫും വർക്കും കുറെയൊക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. ടൈം മാനേജ്മെന്റിനെ പറ്റിയുള്ള ഡിസ്കഷൻസിൽ മിക്കവരും എടുത്തു പറയാറുള്ള ഒരു കോൺസെപ്റ്റ് ആണ് 80-20 റൂൾ അല്ലെങ്കിൽ പാരറ്റോ പ്രിൻസിപ്പിൾ. which states that 80% of our outcomes come from just 20% of the efforts. തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിലെ 80% ആക്ടിവിറ്റീസും ട്രിവിയൽ ആക്ടിവിറ്റീസ് ആണ് which do not create much value as compared to the time spent on it. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്ര അവോയ്ഡ് ചെയ്യുക. ബാക്കിയുള്ളത് ഡെലിഗേറ്റ് ചെയ്യുകയോ ഓട്ടോമേറ്റ് ചെയ്യുകയോ ചെയ്യാം. സോ ദാറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വർക്കിംഗ് മദേഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ ഓഫീസിലെ എല്ലാ പണിയും കൂടെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നിൽക്കാതെ കുക്കിംഗ്, ക്ലീനിങ് പോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട് ടൈം ഹെൽപ്പിനെ വെക്കുകയോ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. അപ്പൊ നമുക്ക് ഓഫീസിൽ പോകുന്ന സമയത്ത് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. തിരിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനും നമ്മുടെ ഫാമിലിയുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റും. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഗുണങ്ങളും അത്ര തന്നെ ദോഷഫലങ്ങളും ഉള്ള ഒരു സംഭവമാണ് നമ്മളുടെ ഡിജിറ്റൽ വേൾഡ്. ഇന്നത്തെ കാലത്ത് ഫോണോ ടെക്നോളജിയോ ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു ലൈഫ് നമുക്ക് പോസിബിൾ അല്ല. പക്ഷെ ത്രൂ പ്രോപ്പർ ഡിസിപ്ലിൻ നമ്മുടെ ഡിജിറ്റൽ ലൈഫ് നമുക്ക് കുറച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാനിവിടെ പറയുന്നത്. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ടെക് ഫ്രീ സോണുകൾ ഡിസൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബെഡ്റൂം, ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ കുട്ടികളുടെ സ്റ്റഡി ഏരിയ, ഇവിടെയൊക്കെ ഫോണിന്റെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഫോണോ ടിവിയോ ഒക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ഇന്റൻഷണൽ ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കഴിയുന്നിടത്തോളം ആപ്പുകളിൽ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക. നമുക്ക് സ്ഥിരം ഡിസ്ട്രാക്ഷൻസ് ആവുന്ന ആപ്പുകൾ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മുടെ ഫ്രീ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ടെക് ഫ്രീ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക. ഇതിനുവേണ്ടി നമ്മുടെ പഴയ ഹോബീസ് ഒക്കെ പൊടി തട്ടിയെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെയോ ഫ്രണ്ട്സിന്റെയോ ഒക്കെ കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുകയോ ഒരുമിച്ച് ബോർഡ് ഗെയിംസ് കളിക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ ലൈഫ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മളുടെ മെന്റൽ ഹെൽത്തും സോഷ്യൽ കണക്ഷൻസും ഒക്കെ ഇംപ്രൂവ് ആവുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തെ മനോഹരവും സന്തോഷകരവുമായിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ഘടകമാണ് നമ്മുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്സ്. പക്ഷെ ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തെക്കാൾ ഉപരി ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും കൊണ്ടുവരിക. ചിലരുടെ പ്രസൻസ് തന്നെ നമുക്ക് എനർജി ഡ്രെയിനിങ് ആയിട്ട് തോന്നാറില്ലേ?
ഇങ്ങനെയുള്ള ആൾക്കാർ ഇവർ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, കൊളീഗ്സ് ആവാം, റൊമാൻറ്റിക് പാർട്ട്നേഴ്സ് ആവാം. ഇവരെയൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന, നമുക്ക് സന്തോഷം തരുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മുടെ റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ഏത് റിലേഷൻഷിപ്പിനെയും സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നത് പരസ്പരമുള്ള വിശ്വാസവും ഓപ്പൺ കമ്മ്യൂണിക്കേഷനുമാണ്. ഇത് രണ്ടും ജീവിതത്തിൽ ശീലിക്കുക. മ്യൂച്വലി എഗ്രിയബിൾ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അത് എല്ലാ സമയത്തും റെസ്പെക്ട് ചെയ്യുക. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് ശീലിക്കുക. ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം കൂടുതൽ ലളിതവും സുന്ദരവുമാവുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും ജീവിത വിജയത്തിനും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സാമ്പത്തിക അച്ചടക്കം കൂടിയേ തീരൂ. ഫിനാൻഷ്യൽ ഡിസിപ്ലിന് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ വരവ് ചെലവുകളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ആണ്. ഇപ്പൊ നമ്മുടെ മിക്ക ട്രാൻസാക്ഷൻസും ബാങ്ക് ത്രൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പണ്ടത്തെ പോലെ ഇങ്ങനെ ബുക്കിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് 3 months അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ തന്നെ നമ്മളുടെ ആവറേജ് മന്ത്ലി ഇൻകം ആൻഡ് എക്സ്പെൻസസിനെ പറ്റിയിട്ടുള്ള ഒരു റഫ് ഐഡിയ നമുക്ക് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ചെലവ് ചുരുക്കാമെന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഓവറോൾ എക്സ്പെൻസസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. കഴിയുന്നിടത്തോളം ഇമ്പൾസ് പർച്ചേസസ് ഒഴിവാക്കുക. വീട്, കാറ് പോലെയുള്ള വലിയ ഫിനാൻഷ്യൽ ഡിസിഷൻസ് വളരെ ആലോചിച്ച് മാത്രമായിട്ട് എടുക്കുക. ലോൺ കിട്ടും എന്നുള്ളത് കൊണ്ട് ലോൺ എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ EMIക്ക് പുറമെ ഒരു ചെറിയ എമൗണ്ടും കൂടെ എല്ലാ മാസവും ഇതിലേക്ക് അടച്ച് പറ്റുന്നിടത്തോളം നേരത്തെ ലോൺ ക്ലോസ് ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസിന്റെ ഡിഫറൻസ് എന്തുമാത്രം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ എമൗണ്ട് റെക്കറിംഗ് ഡെപ്പോസിറ്റോ മ്യൂച്വൽ ഫണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ നിക്ഷേപിക്കുക. നിങ്ങൾക്ക് ഈ പേഴ്സണൽ ഫിനാൻസിൽ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുക്ക് റെക്കമെൻഡേഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ, സൈക്കോളജി ഓഫ് മണി ബൈ മോർഗൻ ഹൗസൽ. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്നും അല്ല ഇതിലുള്ളത്, ബട്ട് ഇറ്റ് ക്യാൻ ലേ എ ഫൗണ്ടേഷൻ ഫോർ യുവർ ഫിനാൻഷ്യൽ ഗ്രോത്ത്. അമേരിക്കൻ ഓതറും ലീഡർഷിപ്പ് എക്സ്പേർട്ടും ആയിട്ടുള്ള ജോൺ സി മാക്സ്വെല്ലിന്റെ ഒരു കോട്ടുണ്ട്. യു വിൽ നെവർ ചേഞ്ച് യുവർ ലൈഫ് അണ്ടിൽ യു ചേഞ്ച് സംതിങ് യു ഡു ഡെയിലി. ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ് ഇസ് ഫൗണ്ട് ഇൻ യുവർ ഡെയിലി റൂട്ടീൻസ്. നമുക്കറിയാം, ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും എന്തെങ്കിലും ഒരു ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്തിരുന്നവരാണ്. റുട്ടീൻസ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ ബൂസ്റ്റ് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ലൈഫ് സിംപ്ലിഫൈ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ആസ് എ ബിഗിനർ നമുക്ക് നമ്മുടെ ഡേ കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് സ്ട്രക്ചർ ചെയ്യാനൊക്കെ പാടായിരിക്കും. പക്ഷേ നമുക്ക് ഈസിലി ഒരു മോർണിംഗ് റുട്ടീൻ അല്ലെങ്കിൽ ഈവനിങ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇന്റൻഷണൽ ആയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീന് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 10 ഡെയിലി ഹാബിറ്റ്സിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. If you are interested, you can go and check it out. ഈവനിങ് റുട്ടീൻ ആണെങ്കിലും ഇതുപോലെ ഫാമിലി പ്രയർ അല്ലെങ്കിൽ നൈറ്റ് ടൈം ക്ലീനിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഏത് റുട്ടീനും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 2-3 ആക്ടിവിറ്റീസ് മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് മാറ്റി വേറൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾവേസ് ബി ഫ്ലെക്സിബിൾ വിത്ത് യുവർ റുട്ടീൻസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ദീർഘകാലം നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുക്കളയിൽ കയറി എപ്പോഴെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇന്ന് എന്തുണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഡിസിഷൻ മേക്കിംഗ് ഈസി ആക്കാനും ലൈഫ് സിമ്പിൾ ആക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ഇഫക്റ്റീവ് ടൂളാണ് വീക്ക്ലി മീൽ പ്ലാനിങ്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മീൽ പ്ലാനർ ആണ് ആവശ്യം. ഒരു സാധാരണ ബുക്ക് ആയാലും മതി. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവെന്ററി ഓഡിറ്റ് ആണ്. ഫ്രിഡ്ജ് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെ ലെഫ്റ്റ് ഓവർ ഫുഡ് ഉണ്ടെന്ന് നോക്കുക, എന്തൊക്കെ വെജിറ്റബിൾസ് അവൈലബിൾ ഉണ്ട്, എന്തൊക്കെ പൾസസ് അവൈലബിൾ ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ അടുത്ത ആഴ്ചത്തേക്കിനുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ പ്ലാൻ ചെയ്യാനായിട്ട്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് വീക്കെൻഡിൽ തന്നെ വാങ്ങിച്ചു വെക്കാം. അതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ്, ഇപ്പൊ തേങ്ങ ചിരവി വെക്കാനോ അല്ലെങ്കിൽ ഫിഷോ ചിക്കനോ ഒക്കെ മാറിനേറ്റ് ചെയ്ത് വെക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വീക്കെൻഡിൽ ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്ന ഓവറോൾ ടൈം കുറയ്ക്കാനായിട്ട് പറ്റും. വീക്ക്ലി മീൽ പ്ലാനിങ്ങിന് വേറെയും ഗുണങ്ങളുണ്ട്. നമ്മുടെ വീക്ക് ഡേയ്സ് കൂടുതൽ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് പറ്റും. അതേപോലെ ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാനും ടേക്ക് ഔട്ട് ഫുഡ്സ് കുറയ്ക്കാനും ഒക്കെ പറ്റും. മാത്രമല്ല, നമ്മൾ പ്ലാൻ ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ന്യൂട്രീഷ്യസ് ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽസ് കഴിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇതുവരെ വീക്ക്ലി മീൽ പ്ലാനിങ് ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് നമ്മുടെ ലൈഫ് സിമ്പിൾ ആക്കാനും സ്ട്രീം ലൈൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില ഹാബിറ്റ്സിനെ പറ്റി, മൈൻഡ് സെറ്റ്സിനെ പറ്റിയൊക്കെയാണ്.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ.